ടി ജി കണ്ടതാണെന്നറിയില്ല, ഒരു സിനിമയിലെ വളരെ പോപ്പുലറായ ഒരു ഡയലോഗുണ്ട്, എന്ത് പ്രഹസനമാണ് സജി എന്നാണത്. പലരും എടുത്ത് കോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കോവിഡ് കാലത്ത് ഗ്ലൗസ്, PPE കിറ്റ് ഒക്കെ വാങ്ങിയതിൽ ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്, വലിയ കുംഭകോണമാണ് നടന്നതെന്ന് പറയുന്നു. CAG റിപ്പോർട്ടുകൾ ഇതുപോലെ ഒരുപാട് വന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയുള്ള പാളിച്ചകൾ, കുംഭകോണങ്ങൾ എന്ന് പറയാവുന്ന അഴിമതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനെതിരെ രാഷ്ട്രീയ വിമർശനം വരും. പിന്നീട് ആ റിപ്പോർട്ടിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ പോകും. ഇങ്ങനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. നടപടിയെടുക്കാൻ അധികാരമില്ലാത്ത ഒരു കടലാസ് പുലിയാണോ CAG? CAG കടലാസ് പുലി എന്ന് പറയാൻ പാടില്ല. CAGയുടെ റിപ്പോർട്ട് വേണമെങ്കിൽ നിയമസഭയ്ക്ക് തള്ളിക്കളയാം അംഗീകരിക്കാതെ. CAGയുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ പലതവണ അവർ പല ചോദ്യങ്ങൾ ചോദിച്ച് അതിന് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ മറുപടി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് CAG റിപ്പോർട്ട് തയ്യാറാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ CAG റിപ്പോർട്ടിൽ സർക്കാരിന് രൂക്ഷ വിമർശനമുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് തീരെ പിടിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സർക്കാർ അത് അംഗീകരിക്കണം എന്നില്ല. അങ്ങനെ CAG റിപ്പോർട്ടുകൾ അംഗീകരിക്കാത്ത സംഭവങ്ങളുമുണ്ട്. ഇനി CAG റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന് വെച്ചോ, അപ്പോഴും അതിന്മേൽ നടപടിയെടുക്കാതിരിക്കാം സർക്കാർ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 4 മാസം മുമ്പാണ് CAG റിപ്പോർട്ടുമായിട്ട് VD സതീശൻ ഹൈക്കോടതിയിൽ പോയത്. കെ ഫോണിൻ്റെ കാര്യത്തിൽ ദ വെരി ടെൻഡറിങ് പ്രോസസ് വാസ് റോങ് എന്ന് പറഞ്ഞിട്ടാണ് CAG റിപ്പോർട്ട് തുടങ്ങുന്നത്. ടെൻഡർ കൊടുത്തത് തന്നെ തെറ്റാണ്. പിന്നീട് അങ്ങോട്ടുള്ള തെറ്റുകളുടെ ഘോഷയാത്രയാണ്. ഹൈക്കോടതി പറഞ്ഞു നോ, ഇതിൽ ഞങ്ങൾക്ക് അന്വേഷണത്തിന് ഉത്തരവിടാൻ പറ്റില്ല. ഈ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് സർക്കാർ അത് അംഗീകരിച്ച് സർക്കാർ ഒരു എൻക്വയറി നടത്തിയാൽ ആ എൻക്വയറിയിൽ പോകുന്ന പോരായ്മയുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാം. നല്ല കാര്യമായി. അതല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ സ്കോപ്പില്ല. സതീശൻ തോറ്റു. പിന്നെ ആൾ സതീശനായതുകൊണ്ടും മാധ്യമങ്ങളിലെ പിടിപാടുള്ളതുകൊണ്ടും വലിയ വാർത്തയും ചർച്ചയും ആയില്ല. ഇപ്പോൾ CAG റിപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയൊരു പ്രതിപക്ഷ രാഷ്ട്രീയായുധമാക്കാം അത്. കാരണം CAGക്ക് ആ ക്രെഡിബിലിറ്റി ഉണ്ട്. കംട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ പലപ്പോഴും കേരളത്തിലുള്ളവരല്ല അത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് CAG റിപ്പോർട്ടിന്. പക്ഷേ അതിൻ്റെ പ്രശ്നം CAG കണ്ടുപിടിക്കുന്നത് നമ്മുടെ പൊതുധനം ദുർവ്യയം ചെയ്യപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ. അത് കണ്ടെത്തി, അത് ഭരണഘടനാ സ്ഥാപനമാണ് CAG. അവർ കണ്ടെത്തി നിയമസഭയിൽ വെക്കുന്നു. നിയമസഭ എന്ന് പറയുന്നത് ഭരിക്കുന്ന കക്ഷിക്ക് ഭൂരിപക്ഷമുള്ളതായിരിക്കും. ആ കക്ഷിയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതിയായിരിക്കും പറയുന്നത്. സ്വാഭാവികമായും തള്ളിക്കളയും. അപ്പോൾ CAGക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റിപ്പോർട്ട് കടലാസിൽ ഈ അഴിമതി കുംഭകോണം ഒതുങ്ങുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു CAG എന്ന സംവിധാനം? അല്ല, CAGയുടെ കൺസെപ്റ്റ് സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ട് സർക്കാർ അതിൽ നടപടി എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു പർച്ചേസിലോ ഇതിലോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് CAG പറയുന്നു. സർക്കാർ ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അയാൾക്കെതിരെ നടപടി എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ അങ്ങനെ ഒരു സംഗതി വേണ്ട എന്നും തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. പൊതുജനങ്ങളുടെ പണം പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കടലാസ് പുലിയല്ലേ CAG റിപ്പോർട്ടുകൾ. പക്ഷേ യു ക്യാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ബിൽഡപ്പ് എ കേസ്. ഇപ്പോൾ നമ്മളുടെ വിഖ്യാതമായ 2G കേസ് ഉണ്ടല്ലോ, ആ 2G കേസിലെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ആദ്യം സുബ്രഹ്മണ്യൻ സ്വാമി മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നു. മജിസ്ട്രേറ്റ് കോടതി ഇതിട്ട് നിരക്കി ഇങ്ങനെ പിന്നെ സ്വാമിയുടെ ഒരു സ്റ്റേ ചെക്ക് വെച്ചിട്ടാണ് 1-2 പ്രൊസീഡിങ്സ് കഴിഞ്ഞു. സ്വാമി കയ്യിലുള്ള കുറച്ച് കടലാസുകളാണ് വെച്ചത്. അതിനിടയ്ക്ക് ഈ CAG റിപ്പോർട്ട് വന്നു. 1,76,000 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പട്ടക്കെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് സമൻസ് അയക്കുന്നു. രാജിവയ്ക്കുന്നു. വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുന്നു. ആ CAG റിപ്പോർട്ട് അന്നിരുന്ന UPA സർക്കാർ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഇത് മാധ്യമങ്ങളിൽ വന്ന് രാഷ്ട്രീയ പ്രശ്നമായി. 1,76,000 crore. ഇത് എഴുതുന്നത് എങ്ങനെയാണ്, എത്ര പൂജ്യമുണ്ട് ഇതിനെന്ന് പോലും ആർക്കും അറിയില്ല. ആ രീതിയിലേക്ക് അങ്ങ് പോയി. അത് പോകാൻ കാര്യം എന്ന് വെച്ചാൽ ഇനിഷ്യലി ഒരു ക്രൈം പുള്ളി ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിരുന്നു സ്വാമി. അതുകൊണ്ട്
ഇതുപോലെ അത് ഈ ആ ഒരു മൈൻഡ് ഉള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇതിനകത്തൊരു കേസ് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് മാത്രം ഇന്നിപ്പോൾ സതീശൻ പുറത്തു വിട്ടു എന്ന് പറഞ്ഞില്ലേ ഒരു ഡോക്യുമെൻ്റ്, തിരുപ്പൂർ ഒരു കമ്പനി 550 രൂപയ്ക്ക് തരാൻ തയ്യാറായിരുന്നു സർക്കാരിനെ അറിയിച്ചു എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്. ഒരുപക്ഷെ ആ ഡോക്യുമെൻ്റ് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇതിലേക്ക് പോയി എന്ന് വരാം. അത് നിയമം അറിയാവുന്നവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അതല്ലാതെ വെറുതെ നിങ്ങൾക്ക് അഴിമതിയിൽ ഒരാളെ കുരുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് CAGക്ക് ഇത് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അവർ പരിശോധിക്കും, പഠിക്കും, റിപ്പോർട്ടെടുക്കും, റിപ്പോർട്ട് കൊടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു അധികാരവുമില്ല. അതിനപ്പുറത്തേക്ക് CAGക്ക് അധികാരമില്ല. ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ടെത്താൻ മാത്രം അധികാരമുള്ള ഒരു ഏജൻസിയെ നമ്മൾ എത്ര കോടി ചെലവഴിച്ചാണ് നിലനിർത്തി കൊണ്ടുപോരുന്നത്? അല്ല, എല്ലാ ഓഡിറ്റും അങ്ങനെയാണ്. ഓഡിറ്റർ വല്ല നടപടി എടുക്കാറുണ്ടോ? കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റർ വേണുഗോപാലാണ്. അവർ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും. ഓഡിറ്റർക്ക് ഫീസുണ്ട്. ആ ഫീസ് സ്വകാര്യ വ്യക്തിയെ പോലും ഇല്ല, ഒരു കേന്ദ്ര സർക്കാർ ഭരണഘടനാ സ്ഥാപനമല്ലേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന് കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. അല്ല, ഭരണഘടനാ സ്ഥാപനത്തിന് എന്നാൽ പിന്നെ അത്തരം ചില ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശുപാർശ കൊടുക്കാനുള്ള അധികാരം കൂടെ കൊടുത്താലെന്താ? ഇല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓഡിറ്റർക്ക് ആ അധികാരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പേരുണ്ടല്ലോ വേണുഗോപാലൻ, അതിൻ്റെ ഒരു വലിയ രൂപമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതിന് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള പദവിയും കൊടുത്തു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ ഇതാണ്, സ്ഥാപനമാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വിലക്കാൻ പറ്റും. കുറേ പവേഴ്സ് ഉണ്ട് അവർക്ക്. അത്തരം പവേഴ്സ് ഒന്നും CAGക്കില്ല. CAGക്ക് ഒരു പവറുണ്ട്. CAG ആണ് ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ വാങ്ങുന്നത്. സമൺ ചെയ്യാം. യു കനോട്ട് റിഫ്യൂസ് ആൻസേഴ്സ്. അവർ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ലോജിക്കൽ. അല്ലെങ്കിൽ അവർ ഈ CAG റിപ്പോർട്ടിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ദോഷം ഇൻറ്റേർണലി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ദോഷം വരും. ഈ CAG റിപ്പോർട്ട് നമ്മൾ മാത്രമല്ല, ചീഫ് സെക്രട്ടറി കാണുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണും, ഒരുപാട് പേര് കാണും. അപ്പോൾ എവിടെയാണ് വൈദ്യുതി വകുപ്പിൽ കാശ് കുറേ ഉണ്ടാക്കിയല്ലോ പഹയൻ, ഇങ്ങനെയൊക്കെ മനസ്സിൽ വരികയും ഇതൊക്കെ അവരുടെ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ പലതുമൊക്കെ സംഭവിക്കും. ഏതായാലും CAG റിപ്പോർട്ട് വിമർശനം ഒരു എംബറാസ്മെൻ്റാണ് സർക്കാരിന്. പക്ഷേ അതൊരു അഴിമതി ആരോപണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൽ കുറേ കൂടെ ഇൻഗ്രീഡിയൻസ് പ്രതിപക്ഷം ചേർത്ത് റിപ്പോർട്ട് അങ്ങനെ ഒരു സാമർഥ്യം പ്രതിപക്ഷത്തിൽ. അങ്ങനെയാണ് ഈ KFON കേസ് തോറ്റുപോയത്. അല്ല, അതും തോറ്റു. പിന്നെ ഇതും നോക്കാൻ പോവുക. കോവിഡ് കാലത്ത് നടന്ന തീവട്ടിക്കൊള്ള ഒരു 2 ദിവസം കൊണ്ടാണ് 3 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആയിട്ട് ഗ്ലൗസും PPE കിറ്റുകളും വാങ്ങിയെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ പണം പോയി, ഉത്തരവാദപ്പെട്ടവരെ ശിക്ഷിക്കാൻ വകുപ്പില്ല. അവർ തന്നെ വീണ്ടും ഭരിക്കുന്നു. അവരൊക്കെ മാന്യന്മാരും ഈ കോവിഡിനെ തോൽപ്പിച്ച മഹാന്മാരും മഹതികളുമായി നിറയുകയും ചെയ്യുന്നു. അല്ല, ഞാനിത് വാസ്തവത്തിൽ എൻ്റെ ഒരു ധാരണയുണ്ടല്ലോ, CAG റിപ്പോർട്ട് വെച്ചിട്ട് പൊതുതാൽപര്യ ഹർജി കൊടുക്കാമെന്നായിരുന്നു. ഈ VD സതീശൻ്റെ ഈ ജഡ്ജ്മെൻറ്റ് ഞാൻ കേരള ഹൈക്കോടതിയിൽ വായിച്ചു നോക്കിയപ്പോഴാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് CAGയിലൊരു ഉദ്യോഗസ്ഥനോട് ഞാൻ വെരിഫൈ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞു, ഞങ്ങളുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ട് സർക്കാർ നടപടി എടുക്കുന്നതല്ലാതെ നിങ്ങൾക്കതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടിക്ക് വന്ന് അതിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല. SFIയുടെ കാര്യം പറഞ്ഞ പോലെയാണല്ലേ, SFI ഒക്കെ അന്വേഷിക്കാം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ല, ഈ CAG എപ്പോഴും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേട്ടോ, അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടോ ഇല്ലോ എന്നൊക്കെ ഇരിക്കട്ടെ, CAG ഈസ് ഒരു ഭീഷണിയാണ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ CAGയുടെ റിപ്പോർട്ട് വരുമെന്നും അത് തൻ്റെ സർവീസിനെ അഫക്റ്റ് ചെയ്യാമെന്നും പെൻഷനെ അഫക്റ്റ് ചെയ്യാമെന്നും ഒക്കെ ഉദ്യോഗസ്ഥന്മാർക്ക്. അതൊന്നും ബാധകമല്ലാതെ 5, 10, 100 കോടി വെട്ടിച്ചുണ്ടാക്കിയ പിന്നെ എന്ത് പെൻഷൻ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത് വൈൽഡ് അലിഗേഷൻ ഇങ്ങനെ ആർക്കും പറയാം. KFOൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല ശുദ്ധ ഒന്നാന്തരം അഴിമതിയാണെന്നാണ് CAG റിപ്പോർട്ട്. അത് ടേക്കപ്പ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജഡ്ജ്മെൻറ്റ് കേരള ഹൈക്കോടതിയുടെ. ഇറ്റ് കനോട്ട് ബി ടേക്കൺ. കഴിഞ്ഞു. ഇപ്പോൾ PPE കിറ്റ് എഗെയിൻ ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വേറെ ആരെങ്കിലും ട്രൈ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഏതായാലും ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ 2013 ഞാൻ കൊടുത്ത ഒരു പൊതുതാൽപര്യ ഹർജിയിലെ വിധി ഇന്നലെ കിട്ടി എനിക്ക്. എത്ര വർഷമായി ഇപ്പോൾ? 2013 ആ 12 വർഷം. 12 വർഷം. ഒരു വ്യാഴവട്ടം. അപ്പം ഞാൻ അതെന്ത് കേസായിരുന്നു? അതുകൊണ്ട് ഏതായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പൊതുതാൽപര്യ ഹർജികളിലേക്ക് വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുന്നവർ, അത് നീഡ് നോട്ട് ബി കോൺഗ്രസ്, ഇപ്പം BJP-ക്കാർക്ക് ചെയ്യാം. BJP-ക്കാരാണ് കുറേ കൂടെ എക്വിപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ എഫേർട്ട് കുറവായിരിക്കാം, പക്ഷേ വെൽ എക്വിപ്ഡാണ് അവർ. അവർക്കൊരു ലീഗൽ സെല്ലുണ്ട്. കോൺഗ്രസിന് ലീഗൽ സെല്ലുണ്ടോ? ഒന്നുമില്ല. ആ സതീശൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സതീശൻ തന്നെ പോകണം ഹൈക്കോടതിയിൽ. സതീശൻ തന്നെ ജോർജ് പൂന്തോട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് പഠിപ്പിച്ച് ബ്രീഫ് ചെയ്ത് ബാക്കി പിന്നെ പുള്ളി ചെയ്തോളൂ വക്കാലത്ത് പോയിട്ട്. ഏതായാലും ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ആദ്യം പറഞ്ഞ അതേ സിനിമാ വാചകമാണ് ഓർമ്മ വരുന്നത്. ഈ എന്ത് പ്രഹസനമാണ് സജി. കുറേയധികം പ്രഹസനങ്ങൾ ഇങ്ങനെ ഉണ്ട്. നമ്മളെ സിസ്റ്റത്തിലെ തകരാറുകളാണ്. ആ തകരാറുകൾ, ആ പഴുതുകൾ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഓരോരുത്തരായിട്ട് എടുക്കുന്നു. അതാണ് വാസ്തവം. കൊള്ള അടിച്ചവർ മാന്യന്മാരായും ഭരണാധികാരികളായിട്ടും വിലസും. അങ്ങനെ ഇപ്പം മാന്യന്മാരായിട്ട് വിലസൊന്നുമില്ല. ഇപ്പം ഈ പ്രശ്നം, ഈ PPE കിറ്റ് പ്രശ്നം തന്നെ നോക്കിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ ശൈലജയ്ക്കൊരു സെറ്റ് ബാക്കാണ്. ശൈലജ കനോട്ട് ജസ്റ്റിഫൈ. ഇന്നലെ മുതൽ അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അവർക്കൊരു പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സോ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും. ഒരു സാധനത്തിന് ലീഗൽ കോൺസിക്വൻസ് മാത്രമല്ല, ലീഗൽ കോൺസിക്വൻസിന് പൊതുവേ ആളുകൾ ഭയപ്പെടാറില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 2G കേസ് എവിടം വരെ എത്തി? എ രാജയ്ക്ക് വലിയ കുലുക്കമുണ്ട്. അയാൾ വീണ്ടും തെരഞ്ഞെടുപ്പ് 2 or 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അയാൾ ജയിച്ചു വരികയാണ്. അതെ, എ രാജ. സോ അത് രാഷ്ട്രീയക്കാർക്ക് വലിയ പേടിയില്ല. ഇത് പേടിയാണ്. ഇതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്. ഏതായാലും ഒരിക്കലും അതുകൊണ്ടാണ് ഈ CAG ഒരു ഭീഷണിയായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒരുപോലെ CAG ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ്. ഏതായാലും ഒരു CAG റിപ്പോർട്ടൂടെ വന്നു, ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകൂടെ ഉണ്ടായി എന്ന് പറയാൻ വരട്ടെ. ചിലപ്പോൾ ആരെങ്കിലും കുത്തിപ്പൊക്കിയെങ്കിലും നോക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.